ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. IPL 2025 മുംബൈ ഇന്ത്യൻസ് നിലനിർത്താൻ പോകുന്ന താരങ്ങളവരൊക്കെ മുംബൈയിൽ ക്യാപ്റ്റൻസി ചേഞ്ച് ഉണ്ടാകുമോ? ഹാർദിക്കോ രോഹിത്തോ ആര് പുറത്തേക്ക്? സോ മുംബൈ ഇന്ത്യൻസിൻ്റെ IPL 2025 കംപ്ലീറ്റ് ഓപ്ഷൻ അപ്ഡേറ്റ്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂടുതൽ കായിക വാർത്തകൾക്ക് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം. ഒപ്പം ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കും. അപ്പോൾ IPL 5 തവണ ഉയർത്തിയ മുംബൈ ഇന്ത്യൻസ് കഴിഞ്ഞ സീസണിലായിരുന്നു ഏറെ വിവാദങ്ങൾക്ക് ഇടയാക്കിയ ആ ഒരു ക്യാപ്റ്റൻസി ചേഞ്ചൊക്കെ അവർ നടത്തിയത്. ഗുജറാത്ത് ടൈറ്റൻസിൽ നിന്ന് വമ്പൻ ട്രാൻസ്ഫർ നൽകി ഹാർദിക് പാണ്ഡ്യയെ കൊണ്ടുവന്ന് രോഹിത് ശർമ്മയിൽ നിന്നും ക്യാപ്റ്റൻസി നൽകിയത്. സോ അതിനുശേഷം ടീമിനകത്തും പുറത്തും ഏറെ പ്രശ്നങ്ങൾ തന്നെയായിരുന്നു MI മാനേജ്മെൻറ്റ് കഴിഞ്ഞ IPL സീസണിൽ ഉടനീളം കാഴ്ചവെച്ചത്. അപ്പോൾ പുതിയൊരു IPL സീസണിലേക്ക് വരുമ്പോൾ പുതിയൊരു മെഗാ താരലെല്ലാം വരാൻ പോകുമ്പോൾ മുംബൈ ഇന്ത്യൻസ് നിലനിർത്താൻ പോകുന്ന താരങ്ങൾ ആരൊക്കെയായിരിക്കും? അതിന് മുൻപൊരു കാര്യം പറയട്ടെ, നേരത്തെ ഒരു അപ്ഡേറ്റൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. മുംബൈ ഇന്ത്യൻസിൽ ക്യാപ്റ്റൻസി ചേഞ്ച് ഉണ്ടാകും. അതോടൊപ്പം തന്നെ രോഹിത് ശർമ്മ, ബുംറ, സൂര്യകുമാർ തുടങ്ങിയ സീനിയർ താരങ്ങൾ MI വിടുമെന്നും ഒരു അപ്ഡേറ്റൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് പിന്നാലെയായിരുന്നു MIയിലെ ഒരു ക്യാപ്റ്റൻസി ചേഞ്ചിനെ കുറിച്ചുള്ളൊരു അപ്ഡേറ്റ് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തത്. സോ നിലവിലത്തെ സാഹചര്യം കണക്കിലെടുത്താൽ മുംബൈ ഇന്ത്യൻസ് അടുത്ത IPLൽ നിലനിർത്താൻ പോകുന്ന 5 താരങ്ങളെ നമുക്കൊന്ന് വേഗം പരിചയപ്പെടാം. ആദ്യമായിട്ട് രോഹിത് ശർമ്മയായിരിക്കും MI നിലനിർത്താൻ പോകുന്നത്. നമുക്കറിയാം നേരത്തെ രോഹിത് ശർമ്മ മുംബൈ വിടുമെന്നൊരു അപ്ഡേറ്റ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസി MI നീക്കം ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും സൂര്യകുമാർ യാദവ് MIയുടെ പുതിയ ക്യാപ്റ്റനാകും. അങ്ങനെയാണെങ്കിൽ രോഹിത്തിൻ്റെ പ്രിയപ്പെട്ടവനായ സൂര്യകുമാർ ക്യാപ്റ്റൻസി ഏറ്റെടുത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഹിറ്റ്മാൻ മുംബൈയിൽ തുടരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. സോ അതിനാൽ തന്നെ രോഹിത് ശർമ്മ എന്തായാലും മുംബൈ ഇന്ത്യൻസിൽ തുടരും. അതോടൊപ്പം തന്നെ സൂര്യകുമാർ യാദവ്, നമുക്കറിയാം ഹാർദിക് പാണ്ഡ്യ പിന്തള്ളിയായിരുന്നു ഇന്ത്യൻ T20 ടീമിൻ്റെ അടക്കം ക്യാപ്റ്റൻസി സൂര്യ ഏറ്റെടുത്തത്. സോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇന്ത്യൻ T20 ക്യാപ്റ്റനും അതോടൊപ്പം തന്നെ തങ്ങളുടെ ടീമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബാറ്ററും കൂടിയായിട്ടുള്ള സൂര്യകുമാർ യാദവിന് ഒരു പക്ഷേ അല്ല, മോസ്റ്റ് പ്രോബബ്ലി അടുത്ത സീസണിൽ മുംബൈ ക്യാപ്റ്റൻസി നൽകിയേക്കും. നേരത്തെ ABP ന്യൂസ് അടക്കമുള്ള ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത പ്രകാരം ഹാർദിക് പാണ്ഡ്യയെ മുംബൈ റിലീസ് ചെയ്യുമെന്നൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. സോ അതിനാൽ തന്നെ സൂര്യ ആയിരിക്കും മുംബൈയുടെ IPL 2025 ഒരു പക്ഷേ പുതിയ ക്യാപ്റ്റനായി വരാൻ പോകുന്നത്. സോ ഹിറ്റ്മാനും സൂര്യകുമാർ യാദവിനും പുറമെ അവരുടെ സീനിയർ ബൗളറായിട്ടുള്ള ജസ്പ്രീത് ബുംറയെയും മുംബൈ നിലനിർത്തും. ഒപ്പം യുവ താരമായിട്ട് അൺക്യാപ്ഡ് കാറ്റഗറിയിൽ തിലക് വർമ്മയായിരിക്കും MI ഫ്രാഞ്ചൈസി അടുത്ത IPL സീസണിൽ റീറ്റെയിൻ ചെയ്യാൻ പോകുന്നത്. സോ ഇതായിരിക്കും മുംബൈയുടെ ഡയറക്റ്റ് 4 റിട്ടൻഷൻസ്: രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ്, ജസ്പ്രീത് ബുംറ ആൻഡ് തിലക് വർമ്മ. ഇനിയുള്ളത് ഹാർദിക് പാണ്ഡ്യയുടെ കാര്യത്തിലാണ്. പാണ്ഡ്യയെ മുംബൈ കൈവിടുമോ അതോ കൂടാരത്തിൽ നിലനിർത്തുമോ? സ്വാഭാവികമായിട്ടും ഇന്ത്യൻ T20 ടീമിൻ്റെ ക്യാപ്റ്റൻസി നഷ്ടപ്പെട്ട ഹാർദിക് പാണ്ഡ്യയെ മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റനാക്കാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. സോ പാണ്ഡ്യയെ മുംബൈന് റീറ്റെയിൻ ചെയ്യുമെന്നാണ് നമ്മൾ കണ്ടിരുന്ന് കാണേണ്ടത്. നിരന്തരമായ പരിക്കുകൾക്ക് പിടിയിലും അതോടൊപ്പം തന്നെ T20 വേൾഡ് കപ്പിലെ മികച്ച പ്രകടനമൊക്കെയായിരുന്നു ഹാർദിക് പാണ്ഡ്യ കാഴ്ചവെച്ചത്. പക്ഷേ അദ്ദേഹത്തെ മുംബൈ റീറ്റെയിൻ ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് പുറത്ത് വന്നിട്ടില്ല. പക്ഷേ ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്ത പ്രകാരം IPL താരലേലത്തിൽ MI ഹാർദിക്കിനെ റിലീസ് ചെയ്യും. ഹാർദിക്കിനെ തേടി വമ്പൻ ടീമുകൾ തന്നെ, എസ്പെഷ്യലി LSG, RR തുടങ്ങിയ ടീമുകൾ അദ്ദേഹത്തെ ലേലത്തിന് മുമ്പ് തന്നെ കൂടാരത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്നും ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ അത് കണക്കിലെടുക്കുകയാണെങ്കിൽ ഹാർദിക് പാണ്ഡ്യയെ മുംബൈ റീറ്റെയിൻ ചെയ്യില്ല. പകരം ആ ഒരു പൊസിഷനിലേക്ക് ഒരു ഫോറിൻ പ്ലെയറെ ആയിരിക്കും MI റീറ്റെയിൻ ചെയ്യാൻ പോകുന്നത്. ഒരു പക്ഷേ കഴിഞ്ഞ സീസണിൽ അവർ കൂടാരത്തിലേക്ക് എത്തിച്ച ജെറാൾഡ് കോട്സി അല്ലെങ്കിൽ ദിൽഷൻ മധുശങ്കർ, ഈ 2 താരങ്ങളിൽ ഒരു ഫോറിൻ പ്ലെയറെ ആയിരിക്കും മുംബൈ ഇന്ത്യൻസ് അവരുടെ റിട്ടൻഷനിൽ ഉൾപ്പെടുത്താൻ പോകുന്നത്. സോ മുംബൈയുടെ റിട്ടൻഷൻ നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ് റിട്ടൻഷൻസായി രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ്, ജസ്പ്രീത് ബുംറ, തിലക് വർമ്മ എന്നിവർക്കൊപ്പം ഒരു ഫോറിൻ പ്ലെയറായി ഒരു പക്ഷേ ജെറാൾഡ് കോട്സി അല്ലെങ്കിൽ ദിൽഷൻ മധുശങ്കർ എന്നിവരിൽ ഒരാളെ ആയിരിക്കും MI റീറ്റെയിൻ ചെയ്യാൻ പോകുന്നത്. ഇനി ഒരു പക്ഷേ RTM റൂൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും ഹാർദിക് പാണ്ഡ്യയ്ക്ക് വേണ്ടി തന്നെയായിരിക്കും MI ഒരു പക്ഷേ അത് എടുക്കാൻ പോകുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി മേക്ക് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.